ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാർബിൾ ഹോംസിലൂടെ നിങ്ങൾ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ ആലുവ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 4 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ്. അപ്പോൾ നമ്മുടെ മെയിൻ റോഡ്, ടാറിട്ട റോഡ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു വില്ലയിലേക്ക് നമ്മൾ വരും. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് വരെ എത്തി നിൽക്കുന്നത് ടാറിട്ട റോഡ് തന്നെയാണ്. നിങ്ങളിതിൻ്റെ ഗേറ്റും അതിലും ഒക്കെ ഓൾറെഡി ഈ ഒരു വീഡിയോയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കണ്ടു. അതുകൊണ്ട് ഞാൻ കൂടുതൽ പറയുന്നില്ല. നമുക്ക് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് 4 സെൻറ്റ് സ്ഥലത്തിൽ 700 സ്ക്വയർ ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പം വളരെ ചെറിയ ബഡ്ജറ്റ് ആഗ്രഹിക്കുന്ന ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. നമുക്ക് അറിയാവുന്നതാണ്. ഇതിനു മുമ്പ് നമ്മളൊരു കുറഞ്ഞ എമൗണ്ടിൻ്റെ വീട് ഇട്ടപ്പോൾ നമുക്ക് നല്ലൊരു എൻക്വയറിയാണ് അതിൽ നിന്നും കിട്ടിയത്. ഒരുപാട് പേര് ആ വീട് വരികയും കാണാൻ വരികയും വിസിറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നതാണ്. അപ്പം വളരെ ചെറിയ ബഡ്ജറ്റ്, ലോ ബഡ്ജറ്റ് നോക്കുന്ന കസ്റ്റമേഴ്സിന് വളരെ അഫോർഡബിൾ ആയൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ വീട്ടിലെ ഗേറ്റ് മതിൽ നിങ്ങൾ ഓൾറെഡി കണ്ടു. മതിൽ വന്നിട്ട് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഗേറ്റ് ആണെന്നുണ്ടെങ്കിലും ലേസർ കട്ട് ഡിസൈനൊക്കെ ചെയ്തിട്ട് ഒരു സൈഡ് നമുക്ക് സ്ലൈഡ് ചെയ്ത് നീക്കാവുന്ന രീതിയിലും മറ്റേ സൈഡ് വന്നിട്ട് ഓപ്പൺ ചെയ്ത് വെക്കാവുന്ന രീതിയിലുമാണ് ഗേറ്റ് കൊടുത്തിരിക്കുന്നത്. വീടിനകത്തേക്ക് നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഞാൻ പറഞ്ഞു 4 സെൻറ്റ് സ്ഥലത്താണ് വീട് സ്ഥിതി ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സ്പേസ് ഉണ്ട്. വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ ഒരു വലിയ കാറ് തന്നെ നമുക്കിവിടെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ്, എത്ര വലിയ കാറാണെങ്കിലും അത് ഇവിടെ പാർക്ക് ചെയ്യാൻ, ഇന്നോവ പോലുള്ള വലിയൊരു വെഹിക്കിൾ പാർക്ക് ചെയ്താൽ തന്നെയും വീണ്ടും ഇവിടെ ധാരാളം സ്പേസ് ആണ് നമുക്കിതിൻ്റെ ഫ്രണ്ടിൽ ലഭിക്കുന്നത്. ഒരുപാട് മുറ്റം നമുക്ക് ഈ വീട്ടിലുണ്ടെന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. പിന്നെ അതുപോലെ ഇവിടത്തേക്കുള്ള വെള്ളത്തിൻ്റെ, നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിനുള്ള സോഴ്സ് എന്ന് പറയുന്നത് KWയുടെ വാട്ടർ കണക്ഷനാണ്. പിന്നെ നമുക്കിനി ഇവിടെ ഒരു വെല്ല് വേണം, ഒരു കിണർ വേണം, അല്ലെന്നുണ്ടെങ്കിൽ ഒരു കുഴൽ കിണർ വേണം, അത് ചെയ്യണം, ബോർവെല്ല് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്കാണെങ്കിൽ അതിനുള്ള ഫെസിലിറ്റിയും അതിനുള്ള ലാൻഡ് ഇവിടെയുണ്ട്. നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് ഒരു കിണറോ അല്ലെങ്കിൽ ഒരു ബോർവെല്ലോ ഒക്കെ ഇവിടെ ചെയ്ത് തരാനും അതിൻ്റെ ഓണർ റെഡിയാണ്. അപ്പോൾ ഈ കാർ പോർച്ച് ഞാൻ പറഞ്ഞു, ഒരു വലിയ വെഹിക്കിളിനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന കാർ പോർച്ചാണ്. അതിന് മുകൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ മുകൾ ഭാഗമൊക്കെ പോളി കാർബൺ ഷീറ്റ് ഇട്ടിട്ടാണ് കവേർഡ് ആയിട്ടുള്ള കാർ പോർച്ച് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഈ ഒരു കോമ്പൗണ്ടിനകത്ത് പകുതി ഭാഗത്തോളം തന്നെ, ഏകദേശം ഒരു 3/4 ഭാഗം തന്നെ കടപ്പ സ്റ്റോൺസ് വിരിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള ഭാഗം നമുക്ക് ചെടികളൊക്കെ നടാനായിട്ട് കുറച്ച് വേക്കൻ്റ് ആക്കി ഇട്ടിട്ടുണ്ട്. വീടിൻ്റെ 2 സൈഡിലേക്കും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ സൈഡിലേക്കുള്ള ഭാഗത്ത് അതിൻ്റെ ആ ബാക്കിയുള്ള ഫ്ലോറിംഗ് എല്ലാം ടൈല് വിരിക്കുന്ന വർക്കുകളൊക്കെ നടന്നു വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വീടിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് നോക്കാം. കടന്നു വരുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടൊരു ഷൂറാക്കിനുള്ള സ്പേസ് ആണ് അവർ ചെയ്തിരിക്കുന്നത്. വീടിൻ്റെ 2 സൈഡിലും ചെറിയ രീതിയിൽ കുഞ്ഞു കുഞ്ഞു പ്ലാന്റ്സ് ഒക്കെ വച്ച് പിടിപ്പിച്ച് ഭംഗിയാക്കിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വീട്ടിലേക്കുള്ള എൻട്രൻസിലേക്ക് കയറുകയാണ്. കയറി വരുന്ന സമയത്ത് ഒരു ചെറിയ സിറ്റ് ഔട്ട് ആയിട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളൊക്കെ ഇനി ഇവിടെ ബാക്കി നിൽക്കുന്നുണ്ട്. ഫുള്ളി കംപ്ലീറ്റഡ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കുറച്ച് ടെക്സ്ചർ വർക്കുകളൊക്കെ ചെയ്തിട്ടാണ് വീടിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷനൊക്കെ അവർ ഭംഗിയാക്കിയിരിക്കുന്നത്. നമുക്കിവിടെ ആ ഒരു പവർ കണക്ഷനൊക്കെ, ഇലക്ട്രിസിറ്റിയുടെ കണക്ഷനൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് ചെറിയൊരു ലൈറ്റിൻ്റെ പ്രശ്നം എന്തെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ സോറി. അപ്പോൾ നമ്മൾ നേരെ കയറി വരുമ്പോൾ കാണുന്നത് ഒരു ലിവിങ് കം ഡൈനിങ് സ്പേസ് ആണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ധാരാളം വിൻഡോസ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് എയർ സർക്കുലേഷന് വേണ്ടിയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നേരെ കയറി വരുമ്പോൾ നിങ്ങൾക്ക് കാണാം, നമുക്ക് സെറ്റിയും കാര്യങ്ങളൊക്കെ ഇടാനുള്ള സ്പേസ് ഉണ്ട്. അവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് TV കാണാനായിട്ട് ഒരു TV യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒരു ചെറിയൊരു കബോർഡ് പോലെയും ഈ ഒരു ഭാഗത്ത് ഗോൾഡൻ കളറിലുള്ളൊരു ടെക്സ്ചർ വർക്കൊക്കെ ചെയ്തിട്ടാണ് TV യൂണിറ്റിനുള്ള ഭാഗം അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന ഭാഗത്തും ചെറിയൊരു വർക്ക് അവർ വോളിൽ കൊടുത്തിട്ടാണ് ആ ഒരു ഏരിയ ഭംഗിയാക്കിയിരിക്കുന്നത്. സ്ട്രെയിറ്റ് നോക്കുമ്പോൾ 2 ചെറിയ ഒരു ഷെൽഫ് ഫെസിലിറ്റി കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗത്താണെന്നുണ്ടെങ്കിലും ചെറിയൊരു കബോർഡ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് വാഷ് ബേസിനൊക്കെ വയ്ക്കാനുള്ള സ്പേസ് ഇവിടെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ചെറിയ ചെറിയ വർക്കുകൾ കംപ്ലീറ്റ് ചെയ്യാനുള്ളതൊക്കെ അവർ ഫുള്ളായിട്ട് തന്നെ കംപ്ലീറ്റ് ചെയ്ത് തരും. ഈ ഒരു വീട്ടിൽ 2 ബെഡ്റൂമുകളാണ്. ഇതൊരു സിംഗിൾ സ്റ്റോറി വീടാണ്, ഒറ്റ നിലയിലാണ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. ബെഡ്റൂമിൻ്റെയൊക്കെ ഡോറുകളുടെ പാറ്റേൺ വരുന്നത് ഇങ്ങനെയാണ്.
അത്യാവശ്യം സ്പേഷ്യസ് ആയൊരു ബെഡ്റൂമാണ് കൊടുത്തിരിക്കുന്നത്. 700 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു വീടിൻ്റെ ബെഡ്റൂമിന് എത്ര വലിപ്പം ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാം. നമുക്ക് അത്യാവശ്യത്തിനുള്ള ഒരു കട്ടിലിടാനൊക്കെ ഉള്ള നല്ല സ്പേസ് കൊടുത്തിട്ട് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഭാഗത്തായിട്ടാണ് 3 വിൻഡോസ് വരുന്നത്. ഈ ഒരു വോള് വന്നിട്ടാണെന്നുണ്ടെങ്കിലും ടെക്സ്ചർ വർക്ക് ചെയ്തിട്ട് 3 ഡിസൈനുകളൊക്കെ കൊടുത്തിട്ടാണ് ഇവിടെ ഭംഗിയാക്കിയിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂം വന്നിട്ട് ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതാണ് ഡോറിൻ്റെ പാറ്റേൺ വരുന്നത്. ഇവിടെയൊക്കെ നിങ്ങൾക്ക് നല്ല ലൈറ്റിൻ്റെ ഇഷ്യൂ കുറച്ച് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. ബാത്റൂമിനകത്ത് ടൈല് വന്നിട്ട് ഫ്ലോറിലും വോളിലും ഒക്കെ ആയിട്ട് ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് കൊടുത്തിരിക്കുന്നത്. നമുക്കിനി അവിടെ ബാത്റൂമിൻ്റെ ഫിറ്റിങ്സ് ഒക്കെയാണ് ചെയ്യാനുള്ളത്. ഇവിടുത്തെ ആദ്യത്തെ ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ വീണ്ടും ഇവിടുത്തെ ഒരു ഹാളിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടെ നിന്നും ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ഇവിടുത്തെ രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത്. ഡോറുകളുടെ ഒക്കെ പാറ്റേൺ സെയിം തന്നെയാണ്. ബെഡ്റൂമിൻ്റെ സൈസ് ആണെന്നുണ്ടെങ്കിലും നേരത്തെ കണ്ടതുപോലെ തന്നെ സെയിം ആയിട്ടാണ്. ഇവിടെയും എയർ സർക്കുലേഷന് 3 വിൻഡോസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈ ഒരു വോള് വന്നിട്ട് ടെക്സ്ചർ വർക്ക് ചെയ്ത് ചെറിയ 3 ഡിസൈൻസ് ഒക്കെ കൊടുത്തിട്ട് ഒരു പ്ലാൻസും വെച്ചിട്ടാണ് അവർ ഭംഗിയാക്കിയിട്ട് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ സെയിം കളർ കോമ്പിനേഷൻ തന്നെയാണ് ഇവിടെയും ടൈലുകൾക്ക് വരുന്നത്. അങ്ങനെ ഇവിടുത്തെ 2 ബെഡ്റൂം കണ്ടിട്ട് നമ്മൾ വീണ്ടും ഈ ഒരു ഹാളിലേക്കാണ് നമ്മൾ വരുന്നത്. ഹാളിൽ നിന്നിട്ടാണ് ഇവിടുത്തെ കിച്ചൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കിച്ചൺ ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടുള്ള കിച്ചണാണ്. നമുക്ക് ഡോറ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം, ഇല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് തന്നെ ഇടാം. കിച്ചണിലേക്ക് നമ്മൾ വരുന്ന സമയത്ത് കിച്ചണിലെ കബോർഡുകളെല്ലാം തന്നെ ചെയ്തിട്ടുണ്ട്. താഴെയും മുകളിലും ഒക്കെ ആയിട്ട് ആവശ്യത്തിനുള്ള കബോർഡ് ഫെസിലിറ്റിയാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചണിലൊക്കെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് ടൈലുകൾക്ക് വരുന്നത്. സിങ്ക് വിത്ത് പൈപ്പ് കണക്ഷനുള്ള ഫെസിലിറ്റി ഇവിടെയാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ കിച്ചണിൽ 2 വിൻഡോസിനുള്ള ഫെസിലിറ്റിയും കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ ഇറങ്ങുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയിലേക്കാണ്. വർക്ക് ഏരിയയുടെ റൂഫ് അവർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള വർക്കുകൾ നടന്നു വരികയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു വീട് അവർ ഹാൻഡ് ഓവർ ചെയ്യുന്ന സമയത്ത് വർക്ക് ഏരിയ അവർ കംപ്ലീറ്റ് ചെയ്ത് തരും. അതുപോലെ തന്നെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്ന 2 വഴിയുണ്ട്. ആ ഒരു വഴിയും അവർ ടൈലൊക്കെ വിരിച്ച്, വർക്ക് ഏരിയയിലെ ആണെങ്കിലും ഫ്ലോറ് ടൈലൊക്കെ വിരിച്ച് വളരെ ഭംഗിയായിട്ട് നല്ല രീതിയിൽ തന്നെയാണ് നമുക്കിത് ഹാൻഡ് ഓവർ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീടെന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് താമസിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ ഒരു വീടാണ്. ബിക്കോസ് ഇവിടെ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. ഇവിടെ നിന്നിട്ട് നമുക്ക് പുറത്തേക്ക് നോക്കുന്ന സമയത്ത് ഒരുപാട് മരങ്ങളും കാര്യങ്ങളും ഒക്കെ കാണാം. നല്ലൊരു ശാന്ത സുന്ദരമായ ക്ലൈമറ്റിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇവിടെ നിന്നും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് 4 കിലോമീറ്റർ മാത്രമാണ് ദൂരം വരുന്നത്. അപ്പോൾ നമുക്കിതിനെ ബാക്കിയുള്ള ഡീറ്റെയിൽ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു, 4 സെൻറ്റ് സ്ഥലത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 700 സ്ക്വയർ ഫീറ്റിലാണ് ഈ വീട് ചെയ്തിരിക്കുന്നത്. 2 ബെഡ്റൂമുകളാണ് ഈ വീടിനുള്ളത്. 2 ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ കാർ പോർച്ചിൽ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കൊടുത്തിരിക്കുന്നത്. ആ വാഹനം പാർക്ക് ചെയ്താലും വീട് നമുക്ക് എക്സ്ട്രാ ധാരാളം സ്പേസ് അവിടെ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ 4 സെൻറ്റ് സ്ഥലത്ത് 2 ബെഡ്റൂമിൽ ചെയ്തിരിക്കുന്ന 700 സ്ക്വയർ ഫീറ്റിൽ തീർത്തിരിക്കുന്ന ഈ വീടിന് ഉദ്ദേശിക്കുന്ന വില 36 ലക്ഷം രൂപ. 36 lakhs ആണ് ഈ വീട് ഉദ്ദേശിക്കുന്ന പ്രൈസ്. അത് സ്ലൈറ്റ്ലി നെഗോഷ്യബിൾ ആണ്. അപ്പോൾ ഇങ്ങനെ ഒരു വീട് വാങ്ങിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ പെട്ടെന്ന് തന്നെ ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. അടുത്തൊരു മനോഹരമായ വീടിൻ്റെ വിശേഷങ്ങളുമായി മാർബിൾ ഹോംസിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.